ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 187. നമ്മൾ ഒന്നാമത്തെ മണ്ഡലത്തിൽ രണ്ടാമത്തെ അഷ്ടകത്തിൽ 19ാമത്തെ അനുവാകത്തിൽ 127ാമത്തെ സൂക്തമാണ് ഇന്ന് നോക്കുന്നത്. ഇത് ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് കാണണം. ഊർജം എന്താണെന്ന് നമുക്കറിയാം. അതിന് പല രൂപങ്ങളുണ്ട്. ആ അഗ്നിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നതെന്ന്, ഒന്നിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127-1. ഋഷി ദിവോദാസപുത്രൻ പരിച്ഛേവൻ. ദേവത അഗ്നി. ഛന്ദസ് അഷ്ടി ശക്വരി. അഗ്നിം ഹോതാരം മന്യേ ദാസ്യന്ത്വം വസും സൂനും സഹസോ ജാതവേദസം വിപ്രന്ന ജാതവേദസം യ ഊർധയ സ്വധ്വരോ ദേവോ ദേവാച്യാ കൃപാം ഹൃദസ്യ വിഭ്രാഷ്ടിം അനുവഷ്ടി ശോജിഷാ ജുഹ്വാനസ്യ സർപ്പിഷഃ. ജന്മമെടുത്ത എല്ലാ ജീവികളുടെയും ജ്ഞാതാവും ബലപുത്രനുമായ അഗ്നിയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അവൻ യജ്ഞപ്രവർത്തകമായ ഘൃതത്തെ ജ്വാലകളാൽ അനുസരണം ചെയ്ത് ദേവഗണത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാക്കുന്നു. ഇവിടെ ജനിക്കുന്ന എല്ലാവരുടെയും ജീവികളുടെയും ജ്ഞാതാവ്, എല്ലാത്തിനും ജനിക്കുന്നതിനെല്ലാം അവനറിയാം. അവനറിയാതെ ഒന്നും ജനിക്കുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒന്ന് പുതിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ അറിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഗ്നി അറിയാതെ സാമ്പാർ ഉണ്ടാവില്ല. നമ്മളൊരു ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഗ്നി അറിയാതെ ചായ ഉണ്ടാവില്ല. ഒരു കല്ലിനെ രണ്ടായി പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബലം പ്രയോഗിക്കണം. ബലത്തെ അത് തന്നെയാണ് അഗ്നി. അപ്പോൾ ആ അഗ്നി ഉണ്ടെങ്കിലേ കല്ല് രണ്ടാവുള്ളൂ. അതുമാതിരി ഇവിടെ എന്ത് ജീവജാലങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം അഗ്നിയിലൂടെയാണ് പരിവർത്തനം ചെയ്തു വന്നിരിക്കുന്നത്. നമ്മളെ ശരീരത്തിലും അഗ്നിയുണ്ട്. അഗ്നിയാണ് ഭക്ഷണങ്ങളെല്ലാം, ശരീരമെല്ലാം ഉണ്ടാകുന്നതും എല്ലാം അതിൻ്റെ പിന്നിൽ അഗ്നിയാണ്. അപ്പം എല്ലാത്തിനെയും അതിനറിയാം. ഇവിടെ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം അഗ്നിയിലൂടെയാണ്. ബലപുത്രനാണ്. ബലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. എന്താണ് ബലം? 2 കല്ലെടുത്തിട്ട് ഉരസിക്കഴിഞ്ഞാൽ അഗ്നി ഉണ്ടാവും. തടി കടഞ്ഞാൽ അഗ്നി ഉണ്ടാകും. തീപ്പെട്ടി ഉരസിയിട്ടാണ് ലൈറ്ററുണ്ടല്ലോ, അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എല്ലാം ഉരസിയിട്ടാണ് അഗ്നി ഉണ്ടാകുന്നത്. അപ്പം ബലപുത്രനാണ്. പിന്നെയോ ആ അഗ്നിയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതിനെ ആഹ്വാനം ചെയ്യുന്നു എന്തിന്? നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ വേണ്ടി. അവൻ യജ്ഞ പ്രവർത്തനത്തില് ഘൃതത്തെ ജ്വാലകളാൽ അനുസരണം ചെയ്ത് ദേവഗണത്തിൻ്റെ കൃപക്ക് പാത്രമാക്കുന്നു. അതായത് അതിൻ്റെ ജ്വാലകളാണ് നമ്മൾ യജ്ഞത്തിലേക്ക് അർപ്പിക്കുന്ന വസ്തുക്കളെ, ദേവഗണങ്ങളെയെല്ലാം പരിവർത്തനം ചെയ്തിട്ട് പുതുതായി മാറ്റി ചെയ്യുന്നത്. എല്ലാം ദേവഗണങ്ങളാണ്. ഇപ്പം ചോറും ദേവനാണ്, അരിയും ദേവനാണ്, വെള്ളവും ദേവനാണ്. അരിയും വെള്ളവും കൂടി ചേർന്നിട്ട് അതിനെ ആ ദേവന്മാരെ കൂടി ചേർന്ന് സഹായിച്ചിട്ട് അതിനെ ചോറാക്കി മാറ്റുന്നതും അതും ദേവനാണ്. അപ്പം ദേവന്മാരെയെല്ലാം സഹായിക്കുന്നു യജ്ഞത്തിൽ. അതായത് പ്രപഞ്ചത്തിലെ വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. ആ വസ്തുക്കളെ അതിന് വേറൊന്നായിട്ട് മാറണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അഗ്നി അതിനെ സഹായിക്കും. സ്വർണത്തെ വളയാകി മാറണമെന്ന് സ്വർണത്തിന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ അഗ്നി അതിനെ വളരൂപത്തിലാക്കി മാറ്റും. ഇനി ഇതിലെല്ലാം സയൻസേ ഉള്ളൂ. വേദം ഒരു സയൻസ് പുസ്തകമാണ്. എത്ര അർത്ഥം വ്യക്തമായിട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എത്ര ലളിതമായിട്ടാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127-2.
യജിഷ്ടം ത്വാ യജമാനഹുവേമ ജ്യേഷ്ഠമംഗിരസാം വിപ്ര മന്മഭിർ വിപ്രേഭി ശുക്രമന്മഭിः പരിച്മാനമിവദ്വാം ഹോദാരം ചരിഷണീനാം ശോജിഷ്കേശം വൃഷണം യമിമാം വിഷപ്രാവന്തു ജൂതയേ വിശഃ. അങ്കിരസുകളിൽ സർവശ്രേഷ്ഠനായ അഗ്നിയെ സ്തോത്രങ്ങളാൽ ഞങ്ങൾ വിളിക്കുന്നു. ജ്വാലാരൂപമായ രോമങ്ങളുള്ള അഗ്നി അഭീഷ്ടങ്ങളെ വർഷിച്ചുകൊണ്ട് ആകാശത്തിന് നേരെ കുതിക്കുന്നു. അഗ്നിയെ മനുഷ്യർ രക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നു. മേധാവിയും പ്രദീപ്തമാനുമായ അഗ്നി എന്ന് പറയാണ്. നല്ല മേധാശക്തിയുള്ളതാണ് അഗ്നി. എല്ലാ യജ്ഞത്തെയും എന്താക്കണമെന്നും എന്തായിട്ട് പരിവർത്തനം ചെയ്യണമെന്നും അതിനറിയാം. എങ്ങനെ പരിവർത്തനം ചെയ്യണം എന്നുള്ള ശക്തിയാണ് അഗ്നി. അതോട് പറയാണ്, അങ്കീരസുകളിൽ സർവശ്രേഷ്ഠനാണ് നീ. ആദ്യമുണ്ടായ സംഗതിക്കാണ് അങ്കീരസ് എന്ന് പറയുന്നത്. അതും അഗ്നി തന്നെയാണ്. ആദ്യമുണ്ടായ അങ്കീരസ് അഗ്നി തന്നെയാണ്. ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമുണ്ടായ വസ്തു എന്താണ്? ഊർജമാണ്. അപ്പൊ ആദ്യത്തെ അങ്കീരസ്, ആദ്യമുണ്ടായിരിക്കുന്നതിനെല്ലാം അങ്കീരസ് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമുണ്ടായ അങ്കീരസുകളിൽ സർവശ്രേഷ്ഠനാണ് അഗ്നി. അങ്ങനെ ഉള്ള നിന്നെ സ്തോത്രങ്ങളാൽ വിളിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. സയൻസിലൂടെ നമ്മൾ വിളിക്കണം. അഗ്നിയെ വിളിച്ചാൽ വരും. എങ്ങനെ വിളിക്കണം? സയൻസിലൂടെ. എന്താണ് സയൻസ്? 2 കമ്പ് ഉരസി കഴിഞ്ഞാൽ അതിൽ അഗ്നി ഉണ്ടാവും. സയൻസാണ്. അങ്ങനെ വിളിക്കണം. അല്ലെ ഉരസിയിട്ട് പെട്രോൾ ആറ്റം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീ പിടിക്കും. അല്ലെങ്കിൽ വല്ല പേപ്പറും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീ പിടിക്കും. ഇതാണ് സയൻസ്. അങ്ങനെ വിളിച്ചാലല്ലേ വരുള്ളൂ. അനുയോജ്യമായ വസ്തുക്കൾ ഉരസണം. അല്ലാതെ 2 എല്ലാ മരത്തടികളും എടുത്തിട്ട് ഉരസിയാലൊന്നും അത്ര പെട്ടെന്ന് തീയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉരസേണ്ട സാധനങ്ങൾ ഉരസണം. തുണികൾ തമ്മിൽ കുറേ ഉരസിക്കഴിഞ്ഞാൽ തീ പിടിക്കുകയില്ല. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നീ എങ്ങനെയുള്ളതാണ്? ജ്വാലാരൂപമായ രോമങ്ങളുള്ള നീ. ജ്വാലാരൂപത്തിലാണ്. ജ്വാലാരൂപമായ രോമങ്ങൾ. ജ്വാല ഇങ്ങനെ രോമം മാതിരിയല്ലേ പോകുന്നത്. വളക്കെന്ന് പോകുന്ന വെളിച്ചം ഇങ്ങനെ രശ്മികൾ മാതിരിയാണ് പോകുന്നത്. ജ്വാലയുണ്ട്, രശ്മികളുമുണ്ട്, രോമങ്ങൾ കണക്കെയുള്ള നീ നമ്മുടെ അഭിഷ്ടങ്ങളെ സാധിപ്പിച്ചുകൊണ്ട്, അങ്ങനെ കത്തിക്കുമ്പോൾ നമ്മളെ അഭിഷ്ടങ്ങളെ സാധിപ്പിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കുതിക്കുന്നു. നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് ചൂടാക്കുമ്പോൾ അതങ്ങനെ കത്തിജ്വലിച്ചു ഉയരും. അതിലിടക്ക് നമ്മൾ അഭിഷ്ടങ്ങൾ സാധിക്കും. എന്താണ്? അരി ചോറായിട്ട് മാറും. ചായ, വെള്ളവും ചായപ്പൊടിയെല്ലാം ചായയായിട്ട് മാറും. നിന്നെ മനുഷ്യർ രക്ഷക്കായി കൊണ്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നു. മനുഷ്യർ അവരുടെ രക്ഷക്കായിട്ട് അഗ്നിയെ വിളിക്കുന്നു. എല്ലാവരും വിളിക്കും. ആർക്ക്, യുക്തിവാദിയായാലും വേണ്ടിയില്ല, നിരീശ്വരവാദിയായാലും വേണ്ടിയില്ല, വിളക്ക് കത്തിക്കാൻ വിസമ്മതിക്കുന്നവരായാലും വേണ്ടിയില്ല, അഗ്നിയെ തന്നെയാണ് വിളിക്കുക. എന്ത് കാര്യം സാധിക്കണ്ടിക്കും അഗ്നിയെ വിളിക്കുന്നു അവരുടെ രക്ഷക്കായി. ആ അഗ്നിയെ ബഹുമാനിച്ചാൽ എന്താണ് പ്രശ്നം? ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 3. സഹിപൂരു ചിദോജസാവിരുക്മതാ ദിദ്യാനോ ഭവതി ദ്രുഹന്തര പരശുർന ദ്രുഹന്തഃ വ്യൂളുച്ചിത്യസ്യ സ്മൃതൗ ശുഭത്വനേവ യത്സ്ഥിരം നിഷഹമാണോയമതേ ന്യായതേ ധന്വാസഹാൻ ന്യായതേ. പ്രചണ്ഡ രൂപത്തിൽ കത്തിജ്വലിക്കുന്ന ഈ അഗ്നി ശത്രുക്കളെ ഹനനം ചെയ്യുന്നു.
അത്യന്തം ദൃഢമായ അതിൻ്റെ സ്പർശനത്താൽ എല്ലാം ഛിന്ന ഭിന്നമായി തീരുന്നു. തേജസ്വിയായ അഗ്നി ധനുർധരന് തുല്യം ഉറച്ചു നിൽക്കുന്നു, ഒരിക്കലും പിന്തിരികയില്ല. പ്രചണ്ഡ രൂപത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നി അങ്ങനെ കത്തിജ്വലിക്കുമ്പോൾ അത് ശത്രുക്കളെ എന്താക്കും? ഇല്ലാതാക്കും. ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ശത്രു എന്ന് പറയുന്നത് നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാം ശത്രുവാണ്. ഒരു പാമ്പ് വരുമ്പോൾ നമ്മൾ തീ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് അങ്ങ് പോകും. അല്ലെങ്കിൽ വല്ല മൃഗങ്ങൾ വരുമ്പോൾ തീ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മൃഗങ്ങൾ മാറിപ്പോവും. അപ്പോൾ അത് ശത്രുവാണ്. അല്ല വല്ല ശത്രുവും വരുമ്പോൾ തീ കൊള്ളി എടുത്തിട്ട് കുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ മാറിപ്പോവും. അരി ചോറാകാൻ സമ്മതിക്കുന്നില്ല, അതിലൊരു എതിർപ്പുണ്ട്. അപ്പം വെള്ളത്തിലിട്ടിട്ട് നല്ല തീ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അരി പറയും ഞാൻ നല്ല പതാക്കി തരാം. അപ്പം അവിടെ ഈ ശത്രുത, റെസിസ്റ്റൻസ്, തടസ്സങ്ങൾ, എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനെ ഇല്ലാതാക്കുന്നു. അതാണ് ശത്രുത. ശത്രുക്കളെ ദൂരീകരിക്കും. അതിൻ്റെ സ്പർശത്താൽ എല്ലാം ഛിന്ന ഭിന്നമായി പോകും. അത് സ്പർശിച്ചാൽ എല്ലാം ഛിന്ന ഭിന്നമായി പോകും. കുറേ വേസ്റ്റെല്ലാം ഇങ്ങനെയുണ്ട്, അതിൻ്റെ അടുത്ത് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഛിന്ന ഭിന്നമായി പോകും. ഒന്നും അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചം മുഴുവൻ കത്തിയെരിഞ്ഞു പോകും അതിൻ്റെ മുമ്പിൽ. നമ്മൾ വിചാരിക്കും ഭൂമിയൊന്നും കത്തൂലേന്ന്. ഇതുമെല്ലാം കത്തിയെരിഞ്ഞു പോകും. ഒരു പരിധി കഴിയുമ്പോൾ കത്തിയെരിഞ്ഞു പോകും. ഭൂമി അടക്കം കത്തിയെരിഞ്ഞു പോകും, മണ്ണടക്കം കത്തിയെരിഞ്ഞു പോകും. നമുക്ക് തോന്നും മണ്ണിന് തീപിടിക്കുമോ? തീപിടിക്കും. തീപിടിക്കണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ തീപിടിക്കുള്ളൂ. എന്തിനൊരു ടെമ്പറേച്ചർ ഉണ്ട്? കത്താൻ. അപ്പോഴേ അത് കത്തുള്ളൂ. കത്തണ്ടിക്കൽ ഒരു പ്രത്യേക ചൂട്. ഇപ്പോൾ ഒരു നനഞ്ഞ കമ്പാണെങ്കിൽ കത്തണ്ടിക്കൽ കുറേ ചൂട് കൊടുക്കണം. നല്ല ഉണങ്ങിയ കൊമ്പാണെങ്കിൽ കുറച്ച് മതി. അപ്പം കത്തണ്ടിക്കൽ ഒരു ടെമ്പറേച്ചറുണ്ട്. മണ്ണും കത്തും. ഈ പ്രപഞ്ചം മുഴുവൻ കത്തിയെരിഞ്ഞു പോകും ഒരു പ്രത്യേക ടെമ്പറേച്ചർ കിട്ടുമ്പോൾ. അപ്പോൾ അത് സ്പർശിക്കുമ്പോൾ ഛിന്ന ഭിന്നമായി പോകും. അതൊരു നല്ല ധനുർധാരിയെ പോലെ, ധനുസ്സനം എല്ലാം അമ്പയച്ചിട്ട് എല്ലാത്തിനെയും പിളർത്തുന്നത് പോലെ അത് എല്ലാത്തിനെയും പിളർത്തി നശിപ്പിച്ചു കളയും. നല്ലൊരു ധനുർധാരിയാണ്. അതിലത് ഉറച്ചു നിൽക്കും. അതൊരിക്കലും പിന്തിരിയില്ല. നമ്മൾ അയക്കുന്ന അമ്പും പിന്തിരിയില്ല. അവിടെ പോയി തറച്ചിട്ടേ അത് നിൽക്കുകയുള്ളൂ. അതുപോലെ അഗ്നിയും പിന്തിരിയില്ല. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 4. ദൃൽഹാചിദസ്മാ അനുദുര്യതാവിദേ തേജിഷ്ഠാഭിർ അരണിഭിർഭാഷ്ട്യവസേഗ്നയേ ദാഷ്ട്യവസേ പ്രയപൂരുണീ ഗാഹദേ തക്ഷദ്വനേവ ശോജിഷാ സ്ഥിരാചിതന്ന നിരുണാത്യ ഓജസാ നിസ്ഥിരാണി ചിദോജസാ. അഗ്നി ഏത് ഉറപ്പുള്ളതിനെയും നശിപ്പിക്കുന്നു. ഹവിർ ദാതാവ് സ്വരക്ഷയ്ക്കായി ഹവിസ് നൽകുന്നു. ഈ ഹവിസിനെ ഇവൻ വൃക്ഷത്തെ എന്ന പോലെ തിന്നു തീർക്കുന്നു. ഇവൻ അന്നത്തെ തൻ്റെ ശക്തിയാൽ പാകപ്പെടുത്തുന്നു. ഉറപ്പേറിയ വസ്തുക്കളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനുമാണ്. ഈ അഗ്നി ഏതുറപ്പിനെയും ഉറപ്പുള്ളതിനെയും നശിപ്പിക്കുന്നു. ഇപ്പം ഈ വേദമന്ത്രം ഉപയോഗിച്ചിട്ടാണ് പൂർവികര് ഭക്ഷണവും ഇറച്ചിയെല്ലാം പാകം ചെയ്തത്. നമ്മൾ ഈ അടുപ്പിൽ പാകം ചെയ്യുന്ന ഭക്ഷണമെല്ലാം പാകം ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. എന്താണ് സയൻസ്? അഗ്നി ഏതുറപ്പുള്ളതിനെയും നശിപ്പിക്കുന്നു. അതിൻ്റെ ഹാർഡ്നെസ് കുറക്കും. നമ്മൾ ഇരുമ്പിൻ്റെ ഹാർഡ്നെസ് കുറക്കാൻ ചൂടാക്കിയാൽ മതി. അപ്പം അത് ഹാർഡ് കുറയും. നമുക്ക് അടിച്ചു പരത്താം. സ്വർണം ചൂടാക്കിയാൽ അടിച്ചു പരത്തി ഏത് രൂപത്തിലും ആക്കാം. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്
ഉറപ്പുള്ള അരിയെയെല്ലാം നമ്മൾ ഇറച്ചിയെയെല്ലാം നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള തത്വം വേദ സയൻസിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ അവൻ്റെ അറിവ്. ഈ അഗ്നി ഉറപ്പുള്ളതിനെയെല്ലാം നശിപ്പിക്കുന്നു. അവൻ സ്വരക്ഷക്കായി, ഹവിർദാതാവ് സ്വരക്ഷക്കായിട്ട് ഹവിസ് നൽകുന്നു. അതിന് ഹവിസ് നൽകിക്കഴിഞ്ഞാൽ അത് നമ്മളെ കാര്യം സാധിപ്പിച്ചു തരും. നമ്മൾ ചോറ് ഉണ്ടാക്കണ്ടെങ്കിൽ അഗ്നിക്ക് ഹവിസ് അർപ്പിക്കണം. അഗ്നിക്ക് എന്താ ഹവിസ് അർപ്പിക്കേണ്ടത്? പെട്രോൾ കൊടുക്കാം, ഡീസൽ കൊടുക്കാം, മണ്ണെണ്ണ കൊടുക്കാം, വിറക് കൊടുക്കാം, ഗ്യാസ് കൊടുക്കാം. എന്തും അഗ്നിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ, ഹവിസ് അർപ്പിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതും അത് അഗ്നിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. എന്ത്? ചോറ്, അരിയും വെള്ളവും പാത്രത്തിലിട്ട് അഗ്നിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാം അതിനാണ് അർപ്പിക്കുന്നത്. ചോറ് വെക്കണ്ടെങ്കിൽ, ചോറ് കിട്ടണ്ടെങ്കിൽ അരിയും വെള്ളവും വിറകും മണ്ണെണ്ണ എന്തെല്ലാന്ന് വെച്ചാൽ അതെല്ലാം അഗ്നിക്ക് അർപ്പിക്കണം. അതാണ് ഹവിസ് അർപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെല്ലാം എന്താ മാറ്റിയിട്ട് എന്തെല്ലോ കല്ലും വെച്ച് എന്തെല്ലോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്നെല്ലാം ധരിച്ച അതൊന്നുമല്ല. എല്ലാം അഗ്നിക്കർപ്പിച്ചു കഴിഞ്ഞാൽ ആ അരിയെല്ലാം അതെടുക്കും, വിറകും അത് തിന്നും, ഗ്യാസും അത് തിന്നും, വെള്ളവും അത് തിന്നും. എന്നിട്ട് നമുക്കെന്ത് തരും? അത് തൃപ്തിയായാൽ ചോറ് തരും. അത് സ്വരക്ഷക്കായിട്ടാണ് നമ്മൾ അഗ്നിക്കർപ്പിക്കുന്നത്. അഗ്നിക്കർപ്പിച്ചാലേ അഗ്നി തരുകയുള്ളൂ. അഗ്നി ഹവിസിനെ നമ്മൾ കൊടുക്കുന്നതിനെ അവൻ എന്ത് ചെയ്യുന്നു? തിന്ന് തീർക്കുന്നു. വിറകിനെ അവൻ തിന്നു തീർക്കും, ഗ്യാസിനെ അവൻ തിന്നു തീർക്കും, പാത്രത്തിലിട്ട് വെള്ളവും അരിയാ കൊടുത്തു വെള്ളവും അവൻ തിന്നു തീർക്കും, അരിയും അവൻ തിന്നു തീർക്കും. നമുക്ക് പിന്നെ അരി കിട്ടില്ല, വെള്ളം കിട്ടില്ല. കഞ്ഞി വെള്ളം കിട്ടുമായിരിക്കും, അല്ലാതെ വെള്ളം കിട്ടില്ല. വെള്ള എല്ലാത്തിലുണ്ട്, അത് വേറെ വശമാണ്. നമ്മൾ കൊടുത്ത ശുദ്ധമായ വെള്ളം എല്ലാം പോയി, അതെല്ലാം അവൻ തിന്നു. അരിയും അവൻ തിന്നു. അപ്പോഴേ എല്ലാം അവൻ വൃക്ഷത്തെ പോലെ അവൻ തിന്നു തീർക്കുന്നു. എന്നിട്ട് അവൻ അന്നത്തെ പാകപ്പെടുത്തുന്നു. എന്നിട്ട് ആ അരിയെ പാകപ്പെടുത്തിയിട്ട് നമുക്ക് തരുന്നു. അവൻ ഉറപ്പുള്ള വസ്തുക്കളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനാണ്. അവൻ ഉറപ്പുള്ള എല്ലാത്തിനെയും ആ ഉറപ്പ് നശിപ്പിക്കും. ഇരുമ്പാണെങ്കിൽ അതിനെ പതാക്കി തരും, അരിയാണെങ്കിൽ പതാക്കി തരും. മുരിങ്ങക്ക, സാമ്പാർ, വെണ്ടക്ക ഇതെല്ലാം അവൻ പദമാക്കി തരും. കല്ലിനെ അല്ലെങ്കിൽ സ്വർണത്തെ പദമാക്കി തരും. എല്ലാം അതിൻ്റെ ഹാർഡ്നെസ് കുറക്കാൻ സഹായിക്കുന്ന ഒരു വസ്തു, ഒരു സംഗതിയാണ് അഗ്നി. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 5. തമസ്യ പൃക്ഷം ഉപരാസു ധീമഹി നക്തംയ സുദർശ തരോ ദിവാതരാത പ്രായുഷേ ദിവാതരാത് ആദസ്യ ആയുർഗ്ര ഭണാവത് വീളു ശർമ്മനസുനേവ ഭക്തമഭക്തമവോ വൃന്ദോ അജര അഗ്നയോ വ്യന്തോ അജര. നാം അഗ്നിക്ക് വേണ്ടി അന്നം വഹിച്ചിരിക്കുന്നു. ഈ അഗ്നി രാത്രിയിൽ അധികം ദർശനീയമാണ്. ഇതിന് പകൽ പൂർണ്ണമായി പ്രകാശം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. പിതാവ് പുത്രന് ശരണമായിരിക്കുന്ന പോലെ ഇത് ആശ്രയദാതാവാണ്. ഭക്തന്റെയും അഭക്തന്റെയും എല്ലാവരുടെയും അന്നം ഭക്ഷിക്കുന്നു. ഹവിസ് ഭക്ഷിക്കുന്ന ഈ അഗ്നി ഒരിക്കലും വൃദ്ധനാകുന്നില്ല. നാം അഗ്നിക്ക് വേണ്ടിയാണ് അന്നം വഹിച്ചിരിക്കുന്നത്. അഗ്നിക്ക് വേണ്ടിയാണ് അന്നമെല്ലാം വഹിക്കുന്നത്. നമ്മൾ ചോറുണ്ടാക്കണ്ടെങ്കിൽ, നമുക്ക് ചോറ് കിട്ടണ്ടെങ്കിൽ അഗ്നിക്ക് വേണ്ടി അരിയും വെള്ളവും പെട്രോളും ഗ്യാസും എല്ലാം കൊടുക്കണം.
ഈ അഗ്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ അത് അധികം ദർശനീയമാണ്. രാത്രി ഈ അഗ്നിയെ നമുക്ക് നല്ലവണ്ണം ദർശിക്കാൻ പറ്റും. നമ്മൾ തീയിട്ടാൽ, രാത്രി തീയിട്ടാൽ നല്ലോണം ദർശിക്കാൻ പറ്റും. പകല് തീയിട്ടാൽ അങ്ങനെ കാണില്ല. പകൽ പൂർണ്ണമായ പ്രകാശം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം പിതാവ് പുത്രന് ശരണമായി തീരുന്നത് പോലെ പിതാവിൻ്റെ മുമ്പിൽ പുത്രന് ശോഭിക്കാൻ അത്ര പറ്റില്ല. അതുപോലെ ഇവിടെ അഗ്നിയുടെ പിതാവാരാണ്? സൂര്യനാണ്. സൂര്യനുള്ളപ്പോൾ സൂര്യനിൽ നിന്നാണ് അഗ്നി ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം സൂര്യൻ, അഗ്നിയുടെ പിതാവാണ് സൂര്യൻ. അപ്പം സൂര്യൻ്റെ മുമ്പിൽ അഗ്നിക്ക് പകല് അത്ര ശോഭിക്കാൻ പറ്റില്ല. അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ സൂര്യനാണ് ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഭക്തനായാലും അഭക്തനായാലും, ഭക്തി ഇല്ലാത്തവനായാലും അവൻ്റെ എല്ലാം അന്നം അദ്ദേഹം അത് ഭക്ഷിക്കും. അഗ്നിയെ നിഷേധിക്കുന്നവനായാലും യുക്തിവാദിയായാലും വിശ്വാസിയായാലും എല്ലാവരും കൊടുക്കുന്ന ആ അന്നം അത് ഭക്ഷിക്കും. അതിന് പിന്നെ ഭക്തി ഉണ്ടോ എന്ന് നോക്കുന്ന പരിപാടിയൊന്നുമില്ല. അഗ്നിക്ക് പക്ഷപാതമില്ല. നിരീശ്വരവാദി പെട്രോൾ കൊടുത്താലും കത്തും, വിശ്വാസി കൊടുത്താലും കത്തും, വിളക്ക് കത്തിക്കാത്തവൻ കൊടുത്താലും കത്തും, എല്ലാവരും കൊടുത്താലും, ഭക്തിയുള്ളവൻ കൊടുത്താലും കത്തും. അതിനിങ്ങനെ നിങ്ങളെ ഭക്തി എന്നെ ആദരിക്കുന്നുണ്ട്, അതൊന്നും അതിന് ചിന്തയില്ല. അതിന് പക്ഷപാതമില്ല. അത് ഒരിക്കലും വൃദ്ധനാകുന്നില്ല. അഗ്നിക്ക് പ്രായമാവില്ല. അഗ്നി ഉണ്ടെങ്കിൽ അത് യുവാവാണ്. പ്രായമാകുന്ന പരിപാടി അഗ്നിക്ക് ഇല്ല. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 127 6. സഹി ശർത്തോ ന മാരുതം തുവിസ്വനേർ അപ്നസ്വതീഷോ വസു ഇഷ്ടനേർ ആർത്തനാസു ഇഷ്ടനീ അതത് ഹവ്യാനി ആദിതിഭിർയജ്ഞസ്യ കേതുർ അർഹണ അതസ്മാസ്യ ഹർഷദോ കൃഷീവതോ വിശ്വേജുഷന്ത പന്ഥാം നരശുഭേന പന്ഥാം. മരുത്തുക്കൾക്ക് സമാനം ഈ അഗ്നി വിളഭൂമിയിലും മരുഭൂമിയിലും രണ്ടിടത്തും യജ്ഞയോഗ്യമാണ്. ഇത് യജ്ഞത്തിൽ ധ്വജരൂപമായി ഹവിസ് ഭക്ഷിക്കുന്നു. അഗ്നിയുടെ ഉത്തമമായ ഈ മാർഗം അനുകരിച്ച് എല്ലാവരും ഇതിനെ പൂജിക്കുന്നു. മരുത്തുക്കൾക്ക് സമാനം ഈ അഗ്നി വിളഭൂമിയിലും മരുഭൂമിയിലും രണ്ടിടത്തും യജ്ഞത്തിന് യോഗ്യനാണ്. മരുത്തുക്കൾക്ക് ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന സംഗതികളാണ് ഈ മരുത്തുക്കൾ. 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. മരുത്തുക്കളെ പോലെ തന്നെ അഗ്നിക്കും മരുഭൂമിയായാലും എല്ലാത്ത സ്ഥലമായാലും അവിടെ അതിന് യജ്ഞമുണ്ട്. മരുഭൂമിയിലും അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? പണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം അധികവും മരുഭൂമിയായിരുന്നു. മനുഷ്യന് ഊർജം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൃഷി പോലും ഇന്ന് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം മരുഭൂമി എന്ന് വേണ്ട ഏത് സ്ഥലത്തും അഗ്നിയുടെ ഉപയോഗമില്ലാത്ത സ്ഥലം ഈ ലോകത്ത് ഇല്ല. അത് രൂപമായി ഹവിസ് ഭക്ഷിക്കുന്നു. എവിടെ ലോകത്തിലെവിടെയും അതിന് സ്ഥാനമുണ്ട്. മരുഭൂമിയിലും അഗ്നിയുടെ ആവശ്യമുണ്ട്. എവിടെ ഹവിസ് കൊടുത്താലും അത് ഭക്ഷിക്കും. മരുഭൂമി ആയാലും വേണ്ടിയില്ല, ഏത് സ്ഥലമായാലും വേണ്ടിയില്ല. അത് കണ്ടിട്ടാണ് മനുഷ്യർ, എല്ലായിടവുമുള്ള മനുഷ്യർ അതിനെ പൂജിക്കുന്നത്. അഗ്നിയെ എല്ലാവരും പൂജിക്കുകയാണ്. പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചിട്ടാണ്, അതിനെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. നമുക്കറിയാലോ, അഗ്നിയെ ആദരിക്കാത്തവർ, വിളക്കൊന്നും ഞാൻ കത്തിക്കൂല, അഗ്നിയെ ആദരിക്കില്ല എന്ന് പറയുന്നവരും അടുപ്പ് കത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാലേ വല്ലതും കത്തിക്കുന്നുണ്ടെങ്കിൽ
നല്ലവണ്ണം ശ്രദ്ധിച്ച്, കാറ്റൊന്നും അടിക്കാതെ കെട്ടുപോകാതെ ശ്രദ്ധിച്ചിട്ടാണ് കത്തിക്കുക. അത് തന്നെയാണ് പൂജ. അഗ്നിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കത്തിക്കണം. അത് നിരീശ്വരവാദി ആയാലും ആരായാലും വിളക്ക് കത്തിക്കുമ്പോൾ കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് കെടാതെ അതിനെ പരിചരിച്ചു. ഇതാണ് അഗ്നിപൂജ. അതിനെ പൂജിക്കുക, അതിനെ തൃപ്തിപ്പെടുത്തുക, എങ്കിലേ അത് കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതിനെ പൂജിക്കണേ എന്ന് പറയുകയാണ് ഇവിടെ. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 127 7. ദിദദായതീം കീതാസോ അഭിദ്രവോ നമസ്യന്ത ഉപവോജന്ത ഭൃഗവോ മഥ്നന്തോ ദാശാ ഭൃഗവഃ അഗ്നിരീശേവ സോനാം സുചിര്യോ ധർണിരേഷാം പ്രിയാമഭിധീർ വനീശിഷ്ടമേധിര ആവനീശിഷ്ടമേധിരഃ. ഭൃഗുക്കൾ മുഖമുയർത്തി യശസ്സിനെ പാടി പുകഴ്ത്തി സമീപം ചെന്ന് ഹവിസ് നൽകിയപ്പോൾ ധനത്തിൻ്റെ സ്വാമിയായ അഗ്നി തൃപ്തനായി പ്രസന്നത പ്രകടിപ്പിച്ചു. ഭൃഗുക്കൾ യജ്ഞത്തിൽ അതിനെ പുകഴ്ത്തിയപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൃഗുക്കൾ അതിനെ പൂജിച്ചപ്പോൾ അതെന്ത് ചെയ്തു? എന്നിട്ട് ഹവിസ് നൽകിയപ്പോൾ ധനത്തിൻ്റെ സ്വാമിയായ അത് സംതൃപ്തനായി നമുക്ക് ധനം നേടിത്തരും. അഗ്നിയെ പരിചരിക്കേണ്ട തരത്തിൽ നമ്മൾ പരിചരിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചുകൊണ്ട് നമുക്കത് ധനം നേടിത്തരും. ഇന്ന് അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് പല ഫാക്ടറികളിലും പല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. അത് അഗ്നിയെ തൃപ്തിപ്പെടുത്തിയാണ്. എങ്ങനെ അഗ്നിയെ തൃപ്തിപ്പെടുത്തുക? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ ഉപയോഗിക്കുമ്പോൾ. അപ്പം ധനത്തിൻ്റെ സ്വാമിയായ അത് നമുക്ക് ധനം നേടിത്തരും. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 8. വിശ്വാസാം ത്വാം വിശാംപതിം ഹവാമഹേ സർവാസാം സമാനം ദമ്പതിം ഭുജേ സൂത്യഗിർവാഹ സംഭുജേ അതിഥിം മാനുഷാണാം പിതുർന യസ്യാസയാ അമീച വിശ്വേ അമൃതാസ ആവയോ ഹവ്യ ദേവേഷ്വാവയഃ. പ്രജകളുടെ സ്വാമിയും പാലകനുമായ അഗ്നിയെ രക്ഷണം ചെയ്യുന്നതിനായി ആഹ്വാനം ചെയ്യുന്നു. അഗ്നി മനുഷ്യരുടെ അതിഥിയാണ്. പിതൃതുല്യനായ അഗ്നിയിൽ നിന്നും മരണശീലരായ മനുഷ്യർ അമരത്വം പ്രാപിക്കുന്നു. അഗ്നി ദേവതകൾക്ക് ഹവിർ രൂപമാകുന്ന ബലം എത്തിച്ചു കൊടുക്കുന്നു. പ്രജകളുടെ സ്വാമിയാണ്. അപ്പം നമ്മുടെ എല്ലാ പ്രജകളുടെയും സ്വാമിയാണ് അഗ്നി. പാലകനായ അഗ്നിയാണ്. എല്ലാവരെയും പാലിക്കുന്നത്, അവരെ രക്ഷിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന അഗ്നി അഗ്നിയോട് നമ്മൾ നമ്മുടെ രക്ഷക്കായി ആഹ്വാനം ചെയ്യുന്നു. നമ്മൾക്ക് അഗ്നി ഉണ്ടെങ്കിൽ, ഊർജമുണ്ടെങ്കിലേ ഈ പ്രപഞ്ചത്തിന് രക്ഷയുള്ളൂ. അതുകൊണ്ട് അഗ്നിയോട് ആഹ്വാനം ചെയ്യുന്നു നമ്മളെ രക്ഷിക്കാൻ. നിങ്ങൾ മനുഷ്യരുടെ അതിഥിയാണല്ലോ. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കയറി വരികയാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് കയറി വരും. അടുപ്പ് കത്തിക്കുമ്പോൾ അഗ്നി കയറി വരും. എന്തിന്? ചോറുണ്ടാക്കി തരാം. അപ്പം നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അഗ്നി അതിഥിയായിട്ട് കയറി വരും. ഊർജമില്ലാതെ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ അത് അതിഥിയായിട്ട് നമ്മളെ വീട്ടിൽ കയറി വന്നോളും. അത് പിതൃതുല്യനാണ്. നമ്മുടെ പിതൃക്കൾ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അഗ്നിയിലൂടെയാണ്. ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമുണ്ടായിരിക്കുന്നത്. അങ്ങനെ മരണശീലരായ ഈ മനുഷ്യർ, നമ്മളെല്ലാം മരണമുള്ളവരാണ്, അത് അമരത്വം പ്രാപിക്കുന്നു. നമ്മൾ ശ്രേഷ്ഠന്മാരായ അഗ്നിയുടെ സഹായത്താലാണ് നമ്മൾ പ്രസിദ്ധരായി തീരുന്നത്. നിങ്ങൾ ദേവതകൾക്ക് ഹവിർ രൂപമായ ബലം എത്തിച്ചു കൊടുക്കുന്നു. എല്ലാ ദേവതകൾക്കും ശക്തി നൽകുന്നത് അഗ്നിയിൽ നിന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ശക്തി കിട്ടുന്നത് അഗ്നിയിൽ നിന്നാണ്. പെട്രോളിന് ശക്തി കിട്ടുന്നത്
അഗ്നിയിൽ നിന്നാണ്. കത്തുമ്പോഴാണ് അതിൻ്റെ ശക്തി പ്രകടമാകുന്നത്. വിറകിന് ശക്തി കിട്ടുന്നത് കത്തുമ്പോഴാണ്. അപ്പം മൃഗങ്ങളൊന്നും അടുത്ത് വരില്ല, ചോറിനെയെല്ലാം വേവിക്കും. അപ്പം എല്ലാ ദേവതകൾക്കും ശക്തി ലഭിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്. ഇനി 9. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 9. ത്വം അഗ്നേ സഹസാ സഹന്തമ ശുഷ്മിന്ദമോ ജായസേ ദേവതാതയേ രയിർന ദേവതാതയേ ശുഷ്മിന്ദമോ ഹിതേമദോ ദുംനിന്ദമ ഉദക്രദുഃ അതസ്മാതേ പരിചരന്ത്യ അജരസൃഷ്ടിവാനോ ന അജരാം. അഗ്നി ദേവാർച്ചനയ്ക്കായി പ്രത്യക്ഷമായിരിക്കുന്നു. അഗ്നിയുടെ ഹർഷം തന്നെ ബലമാകുന്നു. ജ്ഞാനത്താലും അഗ്നി യശസ്വിയാണ്. അതിനാൽ മനുഷ്യർ അഗ്നിയെ ആരാധിക്കുന്നു. അഗ്നിയോട് പറയുകയാണ്, നീ ദേവാർച്ചനക്കായി പ്രത്യക്ഷനാകുന്നു. ദേവന്മാർക്ക് അർച്ചന നടത്തുവാനായി പ്രത്യക്ഷനാകുന്നു. അർച്ചന നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ദേവൻ അരിക്കും വെള്ളത്തിനും എല്ലാം ചോറാകാൻ വേണ്ടി, ഇതെല്ലാം ദേവതകളാണ്. അതിനു വേണ്ടിയാണ് നീ പ്രത്യക്ഷനാകുന്നത്. ദേവതകൾക്ക് വേണ്ടിയാണ് നീ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയാണ് അഗ്നി പ്രത്യക്ഷനാകുന്നത്. അതിനു വേണ്ടിയല്ല. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ദേവനാണ്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അഗ്നി വരുന്നത്. അരിക്ക് ചോറാകാൻ വേണ്ടിയാണ് അഗ്നി അവിടെ വരുന്നത്. അരി ദേവനാണ്, ചോറും ദേവനാണ്. അപ്പം ദേവതകൾക്ക് അർച്ചന ചെയ്യുമ്പോഴാണ് നീ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നീ ബലമാകുന്നു. നീയാണ് ബലം. അവിടെ ആ മാറ്റം വരുത്തുന്നതിന് പിന്നിലുള്ള ശക്തി നീയാണ്. നീ ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഗ്നി എന്തെങ്കിലും ചെയ്യുള്ളൂ. അരി ചോറാകുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് സയൻസ്? അഗ്നിക്ക് എല്ലാത്തിനെയും പദം വരുത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നീ യശസ്വിയാണ്, നീ പ്രശസ്തനാണ്. ലോകം മുഴുവൻ അഗ്നിയെ അതുകൊണ്ടാണ് മനുഷ്യർ ആരാധിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവരും അഗ്നിയെ ആരാധിക്കാൻ കാരണം അവൻ്റെ നിലനിൽപ്പ് ഊർജത്തിലാണ്, അഗ്നിയിലാണ്. ഇനി 10. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 10. പ്രവോ മഹേ സഹസാ സഹസ്വത ഉഷർബുദേ പശുഷേ നാഗ്നയേ സ്തോമോ ബഭൂത്വഗ്നയേ പ്രതിയതീം ഹവിഷ്മന്വിശ്വാസു ഷാസു ജോഗുവേ അഗ്രേ രേഭോ ന ജരദ ഋഷൂണാം ജുർനിർഹോദ ഋഷൂണാം. ശക്തിയാൽ വിജയിച്ചരുളുന്നവനും പ്രഭാതത്തിൽ ഉണരുന്നവനും ഉപകാരിയുമായ അഗ്നിക്ക് വേണ്ടി ഉപാസകരുടെ നാവ് സ്തോത്രങ്ങളാൽ ഉരുവിടട്ടെ. സ്തുതിഗായകന്മാർ യജമാനനെ പാടിപ്പുകഴ്ത്തുന്ന പോലെ കവിസം വഹിച്ചുകൊണ്ട് അഗ്നിയെ സ്തുതിക്കുന്നു. ഉപാസകന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ശക്തിയാൽ വിജയിച്ചരുളുന്നവനാണ് അവൻ. അവൻ്റെ ശക്തി കൊണ്ട് എവിടെയും അവൻ വിജയിക്കും. അവൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അരിയെല്ലാം ചോറാക്കി മാറ്റുന്നത്. അപ്പം അവൻ്റെ ശക്തിയാൽ എവിടെയും വിജയിച്ച് ഉയർന്നു നിൽക്കും. പ്രഭാതത്തിൽ അവൻ ഉണർന്നു വരികയാണ്. പ്രഭാതത്തിൽ സൂര്യൻ്റെ കൂടെ ഊർജമാണ് ഉണർന്നു വരുന്നത്. ഉപകാരിയുമാണ് ഈ അഗ്നി. ആ അഗ്നിക്ക് വേണ്ടി നിങ്ങളെ നാവ് സ്തോത്രങ്ങൾ ഉരുവിടട്ടെ. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, ശാസ്ത്രതത്വങ്ങൾ. ആ അഗ്നിയെ എങ്ങനെയെല്ലാം നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം തരത്തിൽ ഉപയോഗിക്കാം എന്ന് നമ്മൾ ശ്രമിക്കുക. നാവ് സ്തോത്രം ഉച്ചരിക്കുക എന്നാൽ നാവിൽ നിന്ന് പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ വരട്ടെ. ഏതുമായിട്ട് ബന്ധപ്പെട്ട? അഗ്നിയായിട്ട് അഗ്നി ഉപയോഗിച്ചിട്ട് ഇന്ന തരത്തിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ നാവിൽ നിന്നും പുറത്തേക്ക് വരട്ടെ. സ്തുതിക്കുന്നവരെ യജമാനനെ സ്തുതിക്കുന്നത് പോലെ
ഹവിസ്സും വഹിച്ചുകൊണ്ട് അഗ്നിയെ സ്തുതിക്കുക. നമ്മൾ ഹവിസ് നൽകിക്കൊണ്ട് അഗ്നിയെ സ്തുതിക്കുക. ചോറ് വെക്കണ്ടെങ്കിൽ ഹവിസ് നൽകിക്കൊണ്ട്. എന്ത് ഹവിസ് നൽകാം? വിറക് കൊടുക്കാം, അതൊരു സ്തുതിയാണ്. ഗ്യാസ്, അത് വേറൊരു ശാസ്ത്രസ്തുതിയാണ്. ഗ്യാസ് കൊടുക്കാം, പെട്രോള്, ഡീസല്, മണ്ണെണ്ണ ഇതെല്ലാം കൊടുക്കാം, വൈദ്യുതി രൂപത്തിൽ കൊടുക്കാം. അപ്പം ഇതെല്ലാം പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങളാണ്. അതെങ്ങനെ? പുതിയ പുതിയ നാവിൽ ഉണരുന്ന ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഹവിസുകൾ അഗ്നിക്ക് അർപ്പിക്കൂ. ഇനി 11. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 127 11. സനോ നേദിഷ്ടം ദദൃശാന ആഭരേഗ്നിദേവേഭി സജന സുചേതുനാമഹോരായ സുചേതുനാം മഹിഷവിഷ്ടാനസ്കൃതി സഞ്ജക്ഷേ ഭുജേ അസ്യൈമഹീ സ്തോതൃഭ്യോ മഘവൻസു വീര്യം മധീരുഗ്രോ ന ശവസാം. ദേവതകളുടെ സ്നേഹിതനായ അഗ്നി ഞങ്ങളുടെ അടുക്കൽ വസിച്ചുകൊണ്ട് ഹിതകരമായ ധനം കൊണ്ടുവരുന്നു. ഈ ഭൂമിയിൽ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള സാമർഥ്യം ഞങ്ങൾക്ക് നൽകണമേ. അഗ്നിയുടെ സ്തോതാക്കളെ ബലമുള്ളവർ ആക്കണമേ. നീ ദേവതകളുടെ സ്നേഹിതനായ നീ. ദേവതകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും. നമ്മൾ അഗ്നി ഏതിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് വേണ്ടിയല്ല, ദേവതകൾക്ക് വേണ്ടി. അരിക്ക് വേണ്ടി, സാമ്പാറിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടി, അതെല്ലാം ദേവതകളാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ അഗ്നി ചെലവിടുന്നത്. അപ്പോൾ അവ വേറൊരു വസ്തുവായി മാറുന്നു. സ്വർണത്തിന് അഗ്നി കൊടുക്കുമ്പോൾ അത് ഉരുക്കിയിട്ട് നമ്മൾ വേറെ രൂപത്തിൽ മാറ്റിയെടുക്കും, വളയായി മാറ്റും. ഈ ദേവതകൾക്കാണ് നമ്മൾ അഗ്നി അർപ്പിക്കുന്നത്. നീ ഞങ്ങളുടെ അടുക്കൽ വസിച്ചുകൊണ്ട്. അപ്പം അതിനുവേണ്ടി നീ ഞങ്ങളുടെ അടുക്കൽ വേണം. എപ്പോഴും നമ്മളെ അടുക്കൽ അഗ്നി വേണം. ഒന്നിക്ക് ലൈറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ തീപ്പെട്ടി കീശയിലുണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവ് കത്തിക്കേണ്ട അത് ഉണ്ടാവും, കാറിലാണെങ്കിൽ ബാറ്ററി ഉണ്ടാവും. അപ്പം നമ്മൾ അടുത്ത് വസിച്ചുകൊണ്ട് ദേവതകളുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. ദേവത എന്നാൽ കാറ് ദേവതയാണ്, പെട്രോൾ ദേവതയാണ്. അഗ്നി സ്റ്റാർട്ടാക്കുമ്പോൾ ആ കാറിന് വേണ്ട, ദേവതക്ക് വേണ്ട ഊർജം കൊടുത്തിട്ട് അത് ആക്റ്റീവ് ആയിക്കോളും, നമ്മളടുത്തിരിക്കും. എന്നിട്ട് നീ എന്ത് വേണം? നമുക്ക് ധനം കൊണ്ടുവരണേ. അതിനോട് ഗുണം കിട്ടുന്ന ആർക്കാണ്? നമുക്കാണ്. തിന്നുന്ന നമ്മളാണ്. അരിക്കാണ് നമ്മൾ അഗ്നിയെല്ലാം കൊടുക്കുന്നത്, ദേവതകൾക്ക്. അവസാനം ധനം കിട്ടുന്നത് നമുക്കാണ്. ഭൂമിയിൽ പല ഭോഗസുഖങ്ങൾ അനുഭവിക്കാനുള്ള സാമർഥ്യം ഞങ്ങൾക്ക് നൽകണേ. ഭൂമിയിൽ ഇന്ന് ഭോഗസുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് എന്തിൻ്റെ വേണ്ടി? ഈ മൊബൈലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? അഗ്നി ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ അകത്തുള്ള ചിപ്പുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അഗ്നിയുടെ സഹായത്താലാണ്. ഇങ്ങനെ ഭൂമിയിലുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കുവാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് തരണേ. നിന്റെ സ്തോതാക്കളെ, അതായത് നിന്നെ സ്തുതിക്കുന്നവരെ ബലമുള്ളവരാക്കണേ. അതായത് അഗ്നിയെ സ്തുതിച്ചുകൊണ്ട്, അഗ്നിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി ചെയ്യുന്നവരെ നീ ബലമുള്ളവനാക്കണേ. അതാണ് അഗ്നിയുടെ മഹത്വം. അതാണ് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് കർമ്മവും അഗ്നിസാക്ഷിയായി നടത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ വിളക്ക് വെച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിലൂടെ ഈ സത്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അഗ്നി ഉണ്ടെങ്കിലേ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകും, ഊർജമുണ്ടെങ്കിലേ ലോകം പുരോഗമിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ലോകങ്ങൾ ഇന്ന് പരസ്പരം എണ്ണയ്ക്ക് വേണ്ടിയും മറ്റും കടിപിടി കൂടുന്നത്. ലോക പുരോഗതിക്ക് എണ്ണയിലൂടെയും ഊർജത്തിലൂടെയും. ആ സത്യമാണ് വിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ നാവ് ചലിക്കണ്ടിക്കൽ പോലും അഗ്നിയുണ്ട് എന്ന ഒരു സത്യമാണ് ആ ഒരു വിളക്ക് കത്തിക്കുന്നതിലൂടെ. പക്ഷേ ഈ ചുക്കൊന്നും കത്തിക്കുന്നവർക്കും അറിയില്ല. കത്തിക്കുന്നവർ വിചാരിക്കുന്നത് ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആരോ അഗ്നിഭാഗം വന്നിട്ട് നമ്മളെ വീട്ടിലെ കാര്യമെല്ലാം അടുക്കളയിലെല്ലാം പാചകം ചെയ്തു തരുന്നതാണ്.
പാചകം ചെയ്യേണ്ടിക്ക് പോയിട്ട് അവിടെ പോയിട്ട് വിളക്ക് അടുപ്പ് കത്തിച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ. അല്ലാതെ ഈ വിളക്ക് കത്തിച്ച് വെച്ചോണ്ട് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ചിക്കൻ വെന്ത് കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല. നല്ല ചിക്കനെല്ലാം കടിച്ച് വലിക്കണ്ടിക്കിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ടൊന്നും നടക്കില്ല. ആ തത്വം എടുത്ത് പ്രയോഗിക്കുക. നല്ലോണം എണ്ണയെല്ലാം ഇട്ട് ചിക്കനെല്ലാം നല്ല മുളകെല്ലാം പെരട്ടായിട്ട് അകത്തിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കടിച്ച് വലിക്കാം. ആ വിളക്ക് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ എല്ലാം കടിച്ച് വലിക്കാമെന്നാണ് പഠിപ്പിച്ചു തരുന്നത്. അഗ്നി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താഗ്രഹവും സാധിക്കും. ഏത് യജ്ഞത്തിൻ്റെയും തുടക്കം അഗ്നിയിലൂടെയാണ്. ആ ശാസ്ത്രതത്വമാണ് വിളക്ക് കത്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ കത്തിച്ചു വെച്ചുകൊണ്ട് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. വെളിച്ചം കിട്ടും. സന്ധ്യക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല തന്നെയാണ്, പാമ്പ് കടിയേക്കാതെ വീട്ടിലേക്ക് കയറി വരാം. അതാണ്, അതിനും അതിൻ്റെ ഗുണങ്ങളുണ്ട്. വിളക്കിന് അതിൻ്റെ വെളിച്ചത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ കത്തിക്കുക എന്ന് പറയുന്നതിൽ നിന്നുള്ള നൽകുന്ന സന്ദേശം, മനുഷ്യൻ്റെ നിലയിപ്പ്, അവൻ്റെ ഒരു ചലനം പോലും അഗ്നിയിൽ നിന്നാണ്, സഹായത്താലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് അഗ്നിസാക്ഷിയായിട്ടാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് എന്നൊരു ശാസ്ത്രതത്വമാണ് അതിലൂടെ വെളിവാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളിലെ ആദ്യത്തെ മന്ത്രവും അഗ്നിയെ തന്നെയാണ് ഋഗ്വേദത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അഗ്നിയിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്.